നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലോകത്തിലെ 5ാമത്തെ വലിയ ഉൽപ്പാദന രാജ്യമായി ഇന്ത്യ മാറുന്നു. 2023-24 ദക്ഷിണ കൊറിയയെ മറികടന്ന് ലോകത്തെ 5ാമത്തെ വലിയ ഉൽപ്പാദന രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഈ സുപ്രധാന നേട്ടം ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ചയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഓട്ടോമോട്ടീവ്, ഫാർമസ്യൂട്ടിക്കൽസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ ശക്തമായ പ്രകടനമാണ് ഇത് കാണുന്നത്. നിർമ്മാണ മേഖല ഇപ്പോൾ ഇന്ത്യയുടെ GDPയിൽ 17% സംഭാവനകൾ ചെയ്യുന്നു. 27 ദശലക്ഷത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുകയും ചെയ്യുന്നു. സീമെൻസ്, GE, ഫിലിപ്സ്, സാംസങ് ഇലക്ട്രോണിക്സ്, പെപ്സിക്കോ, ABB, മൈക്രോൺ തുടങ്ങിയ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ ഉൽപ്പാദന സൗകര്യങ്ങളിൽ വലിയ തോതിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് തയ്യാറാകുകയും ഇന്ത്യയിലെ ഉൽപ്പാദന മേഖല അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണം, നിർണായക ധാതുക്കളുടെ കൂട്ടം വേർതിരിച്ചെടുക്കൽ, വ്യവസായ നിർദ്ദിഷ്ട പ്രോത്സാഹനങ്ങളും സാമ്പത്തിക പാക്കേജുകളും പോലുള്ള മുൻനിര മേഖലകളിലേക്ക് ബിഡുകൾ ക്ഷണിക്കുന്നത് പോലുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യ ബഹുമുഖ തന്ത്രങ്ങൾ പിന്തുടരുന്നു. ചൈനയെ അപേക്ഷിച്ച് ഭൗമരാഷ്ട്രീയ സ്ഥിരത, പരിശീലനം ലഭിക്കാവുന്ന തൊഴിൽ ശക്തി, കുറഞ്ഞ തൊഴിൽ ചെലവ് എന്നിവയാണ് ഇന്ത്യയുടെ ആകർഷണത്തിന് കാരണം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ US, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ പ്രധാന സാങ്കേതിക കൈമാറ്റ പങ്കാളികളായിരിക്കെ പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകൾ, ഇലക്ട്രോണിക്സ്, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ മേഖലകളിൽ വിദേശ സാങ്കേതിക സഹകരണങ്ങളിൽ ഇന്ത്യ വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ COVID-19 പാൻഡമിക് സമയത്ത് ഫാർമസ്യൂട്ടിക്കൽസും വാക്സിനുകളും അതിവേഗം ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെയും അതിൻ്റെ നിർമ്മാണശേഷിയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റിക്കൊണ്ടും ഇന്ത്യ അതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിരുന്നു. കാര്യക്ഷമമായ നിയന്ത്രണ പ്രക്രിയകൾ, സംയുക്ത ഗവേഷണ വികസന അവസരങ്ങൾ, അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ശേഷി എന്നിവ കാരണം ഇന്ത്യ ഇപ്പോൾ വിദേശ കമ്പനികൾക്ക് അനുകൂലമായ ലക്ഷ്യസ്ഥാനമായി സ്വയം അവതരിപ്പിക്കുന്നു. തൽഫലമായി പ്രധാന അന്താരാഷ്ട്ര കമ്പനികൾ രാജ്യത്ത് കൂടുതലായി സ്ഥാപിക്കുകയും ഗവേഷണ വികസന പങ്കാളിത്തം പര്യവേഷണം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ വ്യാവസായിക കുതിച്ചുചാട്ടത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് നിലവിലെ ഘട്ടത്തെ വ്യാവസായിക വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. വർദ്ധിച്ച മെർജർ ആൻഡ് അക്വിസിഷൻ ആക്ടിവിറ്റി, പിന്തുണ നൽകുന്ന സർക്കാർ നയങ്ങൾ, വിപുലീകരിച്ച ഉൽപ്പാദനശേഷി, സ്വകാര്യ ഇക്വിറ്റി, വെഞ്ചർ ക്യാപിറ്റൽ എന്നിവയിൽ നിന്നുള്ള ഗണ്യമായ നിക്ഷേപം എന്നിങ്ങനെയുള്ള ഉൽപ്പാദന മേഖലയിലെ ഗുണപരമായ മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ ദീർഘകാല സാമ്പത്തിക വിജയത്തിന് ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നു. ഇന്ത്യയുടെ GDP വളർച്ച 2025 രാജ്യത്തെ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള മൂലധന ചെലവ് 11,110 ബില്യൺ രൂപയായി കേന്ദ്ര ഗവൺമെൻറ് പരിഷ്കരിച്ചു. മുൻ വർഷത്തേക്കാൾ 11.1% വർധനവാണ് രേഖപ്പെടുത്തിയത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ മൊത്തം FDI നിക്ഷേപം $17.96 ബില്യൺ ആയിരുന്നു. മൊത്തം FDI ഇക്വിറ്റി നിക്ഷേപം $11.54 ബില്യൺ ആണ്. മൗറീഷ്യസ്, സിംഗപ്പൂർ, USA, നെതർലാൻഡ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലേക്കുള്ള FDI ഇക്വിറ്റിയുടെ ഒഴുക്കിനുള്ള കാരണങ്ങളായി. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വിവിധ രാജ്യങ്ങളുമായും പ്രദേശങ്ങളുമായും ഇന്ത്യക്ക് 42ലധികം വ്യാപാര കരാറുകളുണ്ട്. 2024 മാർച്ച് 31 അതിനു മുമ്പോ സംയോജിപ്പിച്ച പുതിയ നിർമ്മാണ യൂണിറ്റുകളുടെ കോർപ്പറേറ്റ് നികുതി നിരക്കുകൾ 22% നിന്നും 15% കുറച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ പ്രകാരം ആഗോള ഡിമാൻഡ് വർദ്ധിച്ചതിനാൽ ഇന്ത്യയുടെ കയറ്റുമതി 2023-24 $770 ബില്യൺ നിന്നും 2024-25 $900 ബില്യൺ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിമാന നിർമ്മാണ വ്യവസായത്തിൽ ബോയിങ്ങിൻ്റെ ഒരു ഉൽപ്പാദന സൗകര്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയപ്പെടുന്നു. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ആഗോള ഡിമാൻഡിലെ കുതിച്ചുചാട്ടവും ചൈനയിൽ നിന്നുള്ള സ്രോതസ്സുകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമുള്ള പ്രേരണയും ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ സാധിച്ചു. ചൈന ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പാദന കേന്ദ്രമായി തുടരുന്നുണ്ടെങ്കിലും ഓട്ടോമേഷനിലും തൊഴിലാളി പരിശീലനത്തിലും ഇന്ത്യ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിർമ്മാണ ചെലവ് കുറയ്ക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് ലേബർ ഇൻറ്റൻസീവ് കൺസ്യൂമർ പ്രോഡക്റ്റുകൾക്ക്.